ഓം ശാന്തി. ഇന്നത്തെ മുരളിയുടെ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ തീയതി 14/4/2026. ബാബയുടെ മുരളി ചർച്ച ചെയ്യാം. ഇന്ന് നമ്മൾ വെറുമൊരു സാധാരണ വിഷയമല്ല നോക്കാൻ പോകുന്നത്. കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയുള്ള, അതായത് ഒരു സാധാരണ മനുഷ്യനിൽ നിന്ന് എങ്ങനെ ഒരു ദേവതയായി മാറാം എന്നതിന്റെ കൃത്യമായ ഒരു രഹസ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. അതെ, ഇതൊരു വലിയ യാത്രയാണ്. കാരണം നമ്മൾ സാധാരണ ചരിത്രം എന്ന് പറയുന്നത് കുറച്ച് രാജാക്കന്മാരുടെയും യുദ്ധങ്ങളുടെയും ഒക്കെ കഥകളാണല്ലോ. എന്നാൽ ബാബയുടെ പഠിപ്പിക്കുന്നത് സൃഷ്ടിയുടെയും സ്രഷ്ടാവിന്റെയും യഥാർത്ഥ അറിവാണ്. ശരിയാണ്. നമ്മൾ കുട്ടിക്കാലം മുതൽ കേട്ടു വളർന്ന, ക്ഷേത്രങ്ങളിൽ കണ്ടു ശീലിച്ച ആ ദേവതകൾ ഒരു കാലത്തിവിടെ ജീവിച്ചിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോഴുള്ള ഒരു വലിയ മാറ്റം. തീർച്ചയായും. ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന ഗീതയോ രാമായണമോ ഒക്കെ ആളുകൾ കേവലം കഥകളായിട്ടാണ് കാണുന്നത്. അതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് താൽക്കാലികമായ കുറച്ച് സമാധാനം കിട്ടിയേക്കാം. പക്ഷെ ബാബ പറയുന്നത് ഈ സത്യനാരായണന്റെ കഥ യഥാർത്ഥ അമരകഥയാണ് എന്നാണ്. അതൊരു കഥയല്ല, ജീവിതം മാറ്റുന്ന അറിവാണ്. അതായത് ഭക്തിയുടെ വഴിയിൽ നിന്ന് മാറി നമ്മൾ ശരിക്കും ആരായിരുന്നു എന്നും ഇനി ആരായി മാറണമെന്നും ഉള്ളൊരു തിരിച്ചറിവ് അല്ലേ? അതെ, കൃത്യമായി പറഞ്ഞാൽ അതുതന്നെയാണ്. അല്ലാഹുവിന്റെയും ഈ യഥാർത്ഥ സമ്പത്തിന്റെയും അറിവ് നമുക്ക് മറ്റ് പുസ്തകങ്ങളിൽ നിന്നൊന്നും കിട്ടില്ല. അത് സ്വയം ഭഗവാൻ തന്നെ പറഞ്ഞു തരണം. അപ്പോൾ ഇതൊരു ഭക്തിഗ്രന്ഥം വായിക്കുന്ന പോലെ കാണാൻ പറ്റില്ല. സ്വയം ജീവിതത്തിൽ പ്രയോഗിക്കേണ്ട ഒരു പാഠ്യപദ്ധതിയാണ്. ഇവിടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. നമ്മൾ ഈ അറിവ് കേൾക്കുന്ന എല്ലാവരും സ്വർഗത്തിൽ ഒരേ പദവിയിലാണോ എത്തുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എനിക്കിതിനെ ഇങ്ങനെ കാണാൻ തോന്നുന്നു. ഇപ്പോ നിങ്ങളൊരു വ്യായാമത്തിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ കാണുന്നു എന്ന് വിചാരിക്കാം. അത് കണ്ടിട്ട് ഇത് വളരെ നല്ല വീഡിയോ ആണ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാകും അല്ലേ? ശരിയാണ്, ലക്ഷക്കണക്കിന് ആളുകൾ കാണും. പക്ഷേ പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് വിയർപ്പൊഴിക്കാ വ്യായാമം ചെയ്ത് ആരോഗ്യം നേടുന്നവർ വളരെ കുറവായിരിക്കും. ഈ അറിവ് കേൾക്കുന്നവരുടെ കാര്യത്തിലും ഇതേപോലെയല്ലേ? വളരെ കൃത്യമായ ഉപമയാണ്. ബാബായുടെ വാക്കുകളിലൂടെ പറഞ്ഞാൽ, ഈ ജ്ഞാനം കേട്ട് പ്രഭാവിതരായി ഇത് വളരെ നല്ലതാണ് എന്ന് പറയുന്നവർ മാത്രമാണെങ്കിൽ അവർ സത്യയുഗത്തിൽ വെറും പ്രജകളായി മാറും. ഓ, അപ്പോ പ്രഭാവിതരാവുക എന്ന് വെച്ചാൽ പ്രജയാവുക എന്നാണോ? അതെ, കേട്ട് കൈയടിക്കുന്നവർ വെറും കാണികളോ സാധാരണ പൗരന്മാരോ ആയി ജനിക്കും. എന്നാൽ ഈ പഠിപ്പിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് പരിശ്രമിക്കുന്നവരുണ്ട്, ഭഗവാന്റെ ശ്രീമതത്തിലൂടെ കൃത്യമായി നടക്കുന്നവർ. അവർക്ക് മാത്രമേ സൂര്യവംശത്തിലെ രാജാവും റാണിയുമായി മാറാൻ സാധിക്കൂ. വെറുതെ കേട്ടാൽ പ്രജയാകൂ, ശരിക്കും പരിശ്രമിച്ചാൽ രാജാവാകും. അത് വളരെ വ്യക്തമാണ്. അങ്ങനെയെങ്കിൽ എനിക്കൊരു സംശയമുള്ളത്, ഈ നരനിൽ നിന്ന് നാരായണനായി മാറുന്ന രാജ്യം യഥാർത്ഥത്തിൽ എപ്പോഴാണ് ഉണ്ടായിരുന്നത്? ഇപ്പൊ നമ്മൾ നോക്കിയാൽ ചുറ്റും ദുഃഖം മാത്രമേ ഉള്ളൂ. അവിടെയാണ് കാലചക്രത്തിന്റെ ഭൂമിശാസ്ത്രവും ചരിത്രവും നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലോകത്തിന്റെ ചരിത്രം ഓരോ 5000 വർഷത്തിലും കൃത്യമായി ആവർത്തിക്കും എന്നാണ് ബാബ പറയുന്നത്. 5000 വർഷത്തിലോ? അതെ, ഈ കൽപ്പത്തിന്റെ ആദ്യത്തെ പകുതി, അതായത് ഒരു 2500 വർഷം, ഈ ലോകം സമ്പൂർണമായും ശാന്തി നിറഞ്ഞതായിരുന്നു. അതാണ് സത്യയുഗം അഥവാ രാമരാജ്യം എന്ന് പറയുന്നത്. അവിടെ ലക്ഷ്മി നാരായണന്മാരായിരുന്നു രാജ്യം ഭരിച്ചിരുന്നത്. അവിടെ ദുഃഖമെന്നൊരു കാര്യം പോലുമില്ലായിരുന്നില്ലേ? ഇല്ല, ദുഃഖമില്ല. എല്ലാവരും സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. വളരെ രസകരമായ ഒരു കാര്യം ബാബ പറയുന്നുണ്ട്. സത്യയുഗത്തിന്റെ തുടക്കത്തിൽ ഈ ഭൂമിയിലെ ജനസംഖ്യ വെറും 9 ലക്ഷം മാത്രമായിരുന്നു. ആഹാ, വെറും 9 ലക്ഷം. ഇന്നത്തെ ഈ 800 കോടിയുടെ സ്ഥാനത്താണല്ലോ ഈ 9 ലക്ഷം എന്ന് ഓർക്കണം. അതെ, പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹം. പിന്നെ ത്രേതായുഗത്തിന്റെ അവസാനമായപ്പോഴേക്കും അത് പതിയെ കൂടി ഒരു 2 കോടിയായി മാറി. അവിടെ ജാതിയോ മതമോ ഒന്നുമില്ല, ഒരൊറ്റ ആദിസനാതന ദേവീദേവധർമ്മം മാത്രം. 9 ലക്ഷം പേർ മാത്രം ജീവിക്കുന്ന വജ്രത്തിന്റെയും വൈഡൂര്യത്തിന്റെയും കൊട്ടാരങ്ങളുള്ളൊരു ലോകം കേൾക്കുമ്പോൾ തന്നെ വളരെ മനോഹരമാണ്. പക്ഷെ എൻ്റെ ഒരു ചോദ്യം എന്താണെന്നാൽ, ഇത്രയും മനോഹരമായ ആ സ്വർണ്ണലോകത്തിന് പിന്നീടെന്തു പറ്റി? ആ കൊട്ടാരങ്ങളൊക്കെ എവിടെ പോയി? നമ്മൾ എങ്ങനെ താഴേക്ക് വീണുന്നല്ലേ? സത്യയുഗത്തിൽ നിന്നും ത്രേതായുഗത്തിൽ നിന്നും നമ്മൾ ദ്വാപരയുഗത്തിലേക്ക് കടന്നപ്പോഴാണ് ആ മാറ്റം സംഭവിക്കുന്നത്. അവിടെ വെച്ച് രാവണരാജ്യം തുടങ്ങി. അതായത് മനുഷ്യർ ആത്മീയമായ പവിത്രതയിൽ നിന്ന് താഴേക്ക് വന്നു.
അതെ. താൻ ഒരാത്മാവാണെന്ന ബോധം നഷ്ടപ്പെട്ട് സ്വയം ശരീരമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴാണ് കാമവും ക്രോധവും ലോഭവുമൊക്കെ മനുഷ്യനിലുണ്ടാകുന്നത്. മനുഷ്യരങ്ങനെ വികാരികളായി മാറിയപ്പോൾ അത് പ്രകൃതിയെയും ബാധിച്ചു. പ്രകൃതിയിലും വലിയ മാറ്റങ്ങളുണ്ടായല്ലേ? തീർച്ചയായും. ബാബ പറയുന്നത് വലിയ ഭൂകമ്പങ്ങളുണ്ടായി എന്നാണ്. ആ വജ്രക്കൊട്ടാരങ്ങളും സ്വർണ്ണനഗരങ്ങളുമെല്ലാം അങ്ങനെ ഭൂമിക്കടിയിലായി. പിന്നെ ആ ബാക്കി വന്ന അവശിഷ്ടങ്ങളിൽ നിന്നാണ് മനുഷ്യർ ക്ഷേത്രങ്ങൾ പണിയാനും ഭക്തി തുടങ്ങാനുമൊക്കെ കാരണമായത്. ഓ, അപ്പൊ ഈ സ്വർണ്ണക്കൊട്ടാരങ്ങളുടെ ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ക്ഷേത്രങ്ങള്. ശരിയാണ്. പിന്നെ കലിയുഗമായപ്പോഴേക്കും മനുഷ്യർ പൂർണ്ണമായും വികാരങ്ങൾക്കടിമകളായി, പരസ്പരം അടിപിടി കൂടുന്നവരായി. ചൈതന്യമുള്ള ദേവതകളായിരുന്നവർ പിന്നീട് കല്ലിന്റെ മൂർത്തികളെ പൂജിക്കുന്ന കല്ലുബുദ്ധികളായി മാറി. 84 ജന്മങ്ങളുടെ വലിയൊരു ചക്രത്തിൽ കൂടിയാണ് നമ്മൾ ഈ ദുഃഖമയമായ കലിയുഗത്തിൽ എത്തിയത്. പക്ഷെ ഇവിടെ ഈ വികാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോ ശ്രോതാക്കളുടെ മനസ്സിൽ വരാവുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം ഞാൻ ചോദിക്കുകയാണ്. ചോദിക്കൂ. നമ്മൾ ഈ കാമത്തെയും വികാരങ്ങളെയും വലിയൊരു വില്ലനായിട്ടാണല്ലോ കാണുന്നത്. പലരും ചോദിക്കാറുണ്ട്, ഈ വികാരങ്ങളില്ലാതെ ലോകം എങ്ങനെ മുന്നോട്ടു പോകുമെന്ന്. ലക്ഷ്മി നാരായണന്മാർക്ക് പോലും കുട്ടികളുണ്ടായിരുന്നില്ലേ? ഇതൊക്കെ അനാദിയായുള്ളതല്ലേ എന്ന്. ഇത് മനുഷ്യരെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. പക്ഷേ ഇതിലൊരു വലിയ ഇരട്ടത്താപ്പുണ്ട്. മനുഷ്യർ ക്ഷേത്രത്തിൽ പോയി ആ വിഗ്രഹങ്ങൾക്ക് മുന്നിൽ നിന്ന് എന്താ പറയാ, അങ്ങ് സമ്പൂർണ്ണ നിർവികാരികളാണ്, ഞങ്ങൾ പാപികളാണ് എന്ന് പാടും. അതെ, നമ്മൾ സ്ഥിരമായി അങ്ങനെ പറയാറുണ്ട്. എന്നിട്ട് അവിടുന്ന് പുറത്തുവന്ന് ഈ സ്വന്തം വികാരങ്ങളെ ന്യായീകരിക്കും. ഇതില്ലാതെ ലോകം നടക്കില്ല എന്നൊക്കെ പറയും. ഭഗവാൻ ഇതിന് നൽകുന്ന മറുപടി എന്താന്ന് വെച്ചാൽ, ഈ വികാരങ്ങളെ വിഷമായിട്ടാണ് കാണേണ്ടത്. ഇതിലൂടെയാണ് പുതിയ തലമുറയുണ്ടാകുന്നത്, അല്ലാതെ കാമവികാരത്തിലൂടെയല്ല. ഈ കലിയുഗത്തിൽ നമ്മൾ ചുറ്റും നോക്കിയാൽ തന്നെ കാണാം, ഈ വികാരങ്ങൾക്ക് വേണ്ടി മനുഷ്യർ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടാക്കുന്നുവെന്ന്. അത് ശരിയാണ്. ഇന്ന് പത്രമെടുത്താൽ കാണുന്ന കുറ്റകൃത്യങ്ങളിൽ പകുതിയും ഇതിന്റെ പേരിലാണ്. അതെ. ബാബ ഇവിടെ മഹാഭാരതത്തിലെ ദ്രൗപദിയുടെ കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. വികാരങ്ങളാകുന്ന ആ വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണല്ലോ ദ്രൗപദി ഭഗവാനെ വിളിച്ചു കരഞ്ഞത്. അതുകൊണ്ട് സ്വർഗത്തിൽ ഒരിക്കലും ഈ വികാരങ്ങളുണ്ടാകില്ല. അത് നരകത്തിന്റെ ലക്ഷണമാണ്. അപ്പോ നമ്മൾ ഈ വിഷം ഉപേക്ഷിക്കണം? തീർച്ചയായും. വിഷം ഉപേക്ഷിച്ച് ജ്ഞാനമാകുന്ന അമൃതം കുടിക്കാനാണ് ഭഗവാൻ പറയുന്നത്. ഈ അമൃതം കുടിക്കുകയും മറ്റുള്ളവരെ കുടിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ സാധിക്കൂ. ആ ഇരട്ടത്താപ്പ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കാറില്ല. നിർവികാരികളെ പൂജിക്കുക, എന്നിട്ട് സ്വന്തം വികാരങ്ങളെ ന്യായീകരിക്കുക. ശരി, ഈ വിഷം ഉപേക്ഷിച്ച് മനുഷ്യരെ വീണ്ടും ശ്രേഷ്ഠാചാരികളാക്കാനുള്ള ഈ ദൗത്യം അതാർക്കാണ് ചെയ്യാൻ കഴിയുക? ആളുകൾ വിചാരിക്കുന്നത് വലിയ രാഷ്ട്രീയക്കാർക്കോ MP-മാർക്കോ ഒക്കെ ഇത് ചെയ്യാൻ കഴിയുമെന്നാണ്. അതെ, ഇത്ര വലിയ മാറ്റം വരുത്താൻ കുറച്ച് സ്വാധീനവും പണവുമൊക്കെ വേണ്ടേ എന്നാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷേ അവിടെയാണ് വ്യത്യാസം. ധനികർക്കോ രാഷ്ട്രീയക്കാർക്കോ ഇത് ചെയ്യാൻ കഴിയില്ല എന്ന് ബാബ വ്യക്തമായി പറയുന്നു. കാരണം അവർക്ക് ആ സമ്പത്തിന്റെ ലഹരിയും പിന്നെ അഹങ്കാരവും കാണും. സത്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യവും അവർക്കുണ്ടാകില്ല. പിന്നെ ആരാണ് ഇതിന് മുന്നിട്ടിറങ്ങേണ്ടത്? ചെറിയ കുട്ടികൾക്കും പ്രത്യേകിച്ച് കുമാരിമാർക്കുമാണ് ഈ സേവനം എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുക. ഡൽഹിയിലും ബോംബെയിലുമൊക്കെയുള്ള നല്ല വിദ്യാഭ്യാസം നേടിയ കുമാരിമാർ ഇതിനായി മുന്നിട്ടിറങ്ങണം എന്നാണ് ബാബ ആഗ്രഹിക്കുന്നത്. അതൊരു വലിയ കാര്യമാണ്. ഇന്നത്തെ സമൂഹത്തിലെ യുവതികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വലിയ തുകയാണ് വെറും ഫാഷനും കൃത്രിമമായ അലങ്കാരങ്ങൾക്കും വേണ്ടി ചിലവാക്കുന്നത്. അതെ, ബ്യൂട്ടി പാർലറുകളിലും മറ്റും വലിയ തുക അവർ ചിലവാക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു വശം, സ്ത്രീധനത്തിനു പുറകെ പോയി പലരും അപമാനിതരാവുകയും ചെയ്യുന്നു. ഇതൊക്കെ ശരിക്കും ഒരു മായയുടെ ഷോ മാത്രമാണ്. എന്നാൽ സത്യയുഗത്തിൽ സ്വാഭാവികമായ അലങ്കാരമാണുള്ളത്, അല്ലേ? അതെ, അവിടെ ആത്മാവിന്റെ പവിത്രതയാണ് ശരീരത്തിന്റെ സൗന്ദര്യമായി മാറുന്നത്. അതുകൊണ്ടാണ് ബാബ കുമാരിമാരോട് പറയുന്നത്, ഈ ദേഹാഭിമാനം ഉപേക്ഷിക്കാൻ, ഈ കൃത്രിമത്വത്തിൽ നിന്ന് പുറത്തുകടന്ന് അവർ ആത്മീയ പഠിപ്പും മറ്റുള്ളവർക്ക് പകർന്നു നൽകിയാൽ സഭ മുഴുവൻ വിറകൊള്ളുമെന്ന് ബാബ പറയുന്നു. സഭ മുഴുവൻ വിറകൊള്ളും. ആ വാക്കുകളുടെ ശക്തി കൊണ്ടാണല്ലേ? അതെ, അവർക്ക് ബാഹ്യമായ ഫാഷനൊന്നും ആവശ്യമില്ല. ആത്മീയമായ തേജസ് അവരെ സത്യയുഗത്തിലെ രാജകുമാരിമാരെ പോലെയാക്കും. കേൾക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഈ കർമ്മേന്ദ്രിയങ്ങൾക്കുമേൽ വിജയം നേടുക എന്നു പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലല്ലോ. നമ്മളൊക്കെ പഴയ ശീലങ്ങൾക്ക് വല്ലാതെ അടിമപ്പെട്ടവരാണ്.
ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ബാബ എന്തെങ്കിലും എളുപ്പവഴി പറയുന്നുണ്ടോ? ബാബ ചില ലളിതമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, നമ്മൾ കയ്യിൽ എപ്പോഴും ലക്ഷ്മി നാരായണന്റെയോ അല്ലെങ്കിൽ ബ്രഹ്മബാബയുടെയോ ഒരു ചെറിയ ചിത്രം അല്ലെങ്കിൽ ലോക്കറ്റ് സൂക്ഷിക്കുക. അത് നമ്മളെ എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കും. അതൊരു നല്ല ഓർമ്മപ്പെടുത്തലാണ്. പക്ഷെ എന്റെ സംശയം, ജനിച്ചപ്പോൾ മുതൽ മോശമായ കാര്യങ്ങൾ കണ്ടും കേട്ടും ശീലിച്ച നമുക്ക് എങ്ങനെ ഈ പവിഴബുദ്ധിയുള്ളവരായി മാറാൻ കഴിയും? ഇതുകൊണ്ട് മാത്രം നമ്മുടെ ഉള്ളിലെ മാലിന്യം പോകുമോ? ഇല്ല, അതിന് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ പരിശ്രമിക്കണം. അതിനാണ് ബാബ ഇന്നത്തെ വരദാനത്തിൽ മർജീവ ആവുക എന്നൊരു കാര്യം പറയുന്നത്. മർജീവ, അതായത് ജീവിച്ചിരിക്കെ തന്നെ മരിക്കുക എന്നാണോ? അതെ, കൃത്യമായി അതുതന്നെ. ഇതൊരു വലിയ സങ്കല്പമാണ്. നമ്മളൊരു പുഴു ശലഭമായി മാറുന്നത് കണ്ടിട്ടില്ലേ? ഒരു കാറ്റർപില്ലർ. കണ്ടിട്ടുണ്ട്. അത് ഒരു ഉറയുണ്ടാക്കി അതിനകത്ത് കയറുമല്ലോ. അതെ, ആ ഉറയ്ക്കുള്ളിൽ വെച്ച് അതിന്റെ പഴയ രൂപം മുഴുവനായി ഇല്ലാതാകും. പൂർണ്ണമായും അലിഞ്ഞു ചേർന്ന് പുതിയൊരു സൃഷ്ടിയായിട്ടാണത് പുറത്തുവരുന്നത്. ചിറകുള്ള ശലഭമായിട്ട്. പഴയ ശരീരം നിലനിർത്തിക്കൊണ്ട് അതിന് പറക്കാൻ കഴിയില്ല. ഓ, അതായത് പഴയത് പൂർണ്ണമായും ഇല്ലാതാകണം. തീർച്ചയായും. ഇതുതന്നെയാണ് മർജീവ ജീവിതം. പഴയ സംസ്കാരത്തിൽ നിന്നും പഴയ ശീലങ്ങളിൽ നിന്നും നമ്മൾ പൂർണ്ണമായും മരിക്കണം. എല്ലാ വശത്തുനിന്നും മരിച്ചുകഴിഞ്ഞ് ഒരു പുതിയ ജന്മമെടുത്താൽ പിന്നെ പഴയ കർമ്മേന്ദ്രിയങ്ങൾക്ക് നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പോൾ പഴയ സംസ്കാരത്തിന്റെ ഒരംശം പോലും ബാക്കി നിൽക്കാൻ പാടില്ല. പാടില്ല. മോശമായതൊന്നും കാണരുത്, കേൾക്കരുത്. ആരെക്കുറിച്ചും വ്യർത്ഥമായ കാര്യങ്ങൾ സംസാരിക്കുകയും ആരുത്. ശലഭത്തിന്റെ ഉപമ വളരെ കൃത്യമാണ്. നമ്മൾ പഴയ ശീലങ്ങളെ നിലനിർത്തിക്കൊണ്ട് പുതിയതാകാൻ നോക്കിയിട്ട് കാര്യമില്ല. ഇനി ഈ ചർച്ചയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു അവസാന ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. അതെ, അവ്യക്ത സൂചനയിലെ ആ കാര്യമല്ലേ? ശരിയാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഈ അറിവ് കൊടുക്കുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് ബാബ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എപ്പോഴും മധുരതയുടെയും നമ്രതയുടെയും ഗുണം ധരിക്കുക. ബാബ പറയുന്നത്, നമ്രചിത്തതയുടെ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് വേണം ഉത്തരവാദിത്തത്തിന്റെ കിരീടം ധരിക്കാനെന്നാണ്. അതൊരു വലിയ മനഃശാസ്ത്രമാണ് ശരിക്കും. നമ്മൾ സാധാരണ ആളുകളെ നോക്കൂ. എന്തെങ്കിലും ചെറിയ ഉത്തരവാദിത്തം കിട്ടിയാൽ അല്ലെങ്കിൽ കുറച്ച് വിവരം കൂടുതലുണ്ടെന്ന് തോന്നിയാൽ പെട്ടെന്ന് അഹങ്കാരം വരും. അതെ, കിരീടം കിട്ടുമ്പോൾ ആളുകൾ പോയി ഇരിക്കുന്നത് അഹങ്കാരത്തിന്റെ സിംഹാസനത്തിലാണ്. പക്ഷേ ഭഗവാൻ പറയുന്നത്, കിരീടം വെക്കണമെങ്കിൽ ആദ്യം വിനയത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കണമെന്നാണ്. വിനയമില്ലാത്ത ഉത്തരവാദിത്തം എപ്പോഴും എല്ലാവർക്കും വലിയൊരു ഭാരമായി മാറും. സംഘടനയിൽ അത് വിള്ളലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോ മധുരതയും വിനയവും നിർബന്ധമാണ്. അതെ. ഇതിനൊരടിത്തറയായിട്ട് ഇന്നത്തെ സ്ലോഗനിലെ സന്ദേശം കൂടി നമ്മൾ ചേർത്തു വായിക്കണം. അതായത്, അമൃതവേളയിൽ പുലർച്ചെ എഴുന്നേൽക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ ഹൃദയത്തിൽ പരമാത്മാവിനോടുള്ള സ്നേഹം നിറയ്ക്കുക എന്ന് ബാബ പറയുന്നു. അതായത് രാവിലെ തന്നെ മനസ്സ് സ്നേഹം കൊണ്ട് നിറയ്ക്കുക. അതെ. നമ്മളൊരു പാത്രത്തിൽ നിറയെ തേൻ ഒഴിച്ചു വെച്ചാൽ പിന്നെ അതിലേക്ക് വേറെ എന്തെങ്കിലും ഒഴിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ അതിരാവിലെ തന്നെ ദൈവീകമായ സ്നേഹം കൊണ്ട് ഹൃദയം നിറച്ചാൽ പിന്നെ പകൽ മുഴുവൻ ഈ ലോകത്തിലെ മറ്റൊരു സ്നേഹത്തിനും, അതായത് മായയുടെ ആകർഷണങ്ങൾക്കും നമ്മളെ സ്വാധീനിക്കാൻ കഴിയില്ല. അത് വളരെ മനോഹരമായ ഒരു ചിന്തയാണ്. അതിരാവിലെ ദൈവസ്നേഹം കൊണ്ട് ഹൃദയം നിറയ്ക്കുക, പകൽ വിനയത്തിന്റെ സിംഹാസനത്തിലിരുന്ന് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുക. അങ്ങനെ പഴയ ശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായും പുറത്തുവന്ന് നരനിൽ നിന്ന് നാരായണനാകാനുള്ള ഈ വലിയ യാത്ര കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. പഴയ ആ പ്രജയുടെ മാനസികാവസ്ഥയിൽ നിന്ന് മാറി ആത്മീയ അധികാരമുള്ള ഒരു രാജാവാകാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്നാശംസിക്കുകയാണ്. ഇന്നത്തെ ഈ പഠനം നമ്മളിവിടെ അവസാനിപ്പിക്കുന്നു. ഓം ശാന്തി.